ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് റവറൻ CR വിൻസെൻ്റ് എന്നാണ്. ഞാനിപ്പോൾ CSI ദക്ഷിണ കേരള മഹായിടവകയിലെ CSI തിരുപുറം ഇടവകയിൽ ഡിസ്ട്രിക്ട് ചെയർമാനായിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്ന 9 സഭകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ശുശ്രൂഷകനായി എൻ്റെ പ്രവർത്തനം നടത്തി വരുന്നു. CSI കോക്സ് മെമ്മോറിയൽ തിരുസഭ നമ്മുടെ മഹായിടവകയിലെയും ദക്ഷിണ ഭാരതത്തിലെയും വളരെ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ്. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ ദൈവം എനിക്കൊരു അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സ്വദേശം ഇതിനടുത്തുള്ള അമരവിള ആണ്. അമരവിള CSI ഇടവകയിലെ ഒരു അംഗമെന്ന നിലയിലാണ് ദൈവവിളി ശ്രദ്ധിച്ച് ആ വിളിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിനിടയായിത്തീർന്നത്. എൻ്റെ കുടുംബ പശ്ചാത്തലം സാധാരണ ഉള്ള ഒരു പശ്ചാത്തലമാണ്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ പിതാവും മാതാവും സാധാരണ ആളുകളായിരുന്നു. പിതാവ് നല്ലൊരു കൃഷിക്കാരനാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ടൈലറിങ് നന്നായിട്ടറിയാം. അതിനോട് ചേർന്ന് തന്നെ ടൈൽസ് ഫാക്ടറിയിൽ ഒരു പ്രവർത്തകനായിട്ട്, അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് പ്രവർത്തിച്ചു. തുടർന്ന് റിട്ടയർഡായി തൻ്റെ ജീവിതം നയിച്ചു വരിക. കഴിഞ്ഞ വർഷത്തിൽ കർത്താവിൻ്റെ നിത്യസ്വസ്ഥതയിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു. എൻ്റെ മാതാവും ഒരു ഹൗസ് വൈഫായിരുന്നു. കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളെല്ലാം നന്നായിട്ട് പഠിപ്പിക്കുന്നതിലും ദൈവഭക്തിയോടെ വളർത്തുന്നതിലും ശ്രദ്ധിച്ചിരുന്ന ഒരു സ്ത്രീ രത്നമായിരുന്നു. അവരുടെ പരിരക്ഷണയിലും പത്യോപദേശത്തിലും ബാലശിക്ഷയിലുമൊക്കെയാണ് വളർന്നു വരാൻ ഇടയായിത്തീർന്നത്. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. അവർ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുകയും അവരവരുടെ കുടുംബ ജീവിതം നയിക്കുകയും ചെയ്തു. ഈ ശുശ്രൂഷയിലേക്ക് എനിക്ക് കടന്നു വരുന്നതിനുള്ള ഉത്തേജനം ലഭിച്ചത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നാണ്. ഞാൻ എൻ്റെ ജനന സമയത്ത് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതമെന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അമ്മയുടെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ ജീവനോടെ നൽകുകയാണെങ്കിൽ ദൈവവേലയ്ക്കായിട്ട് ഇവനെ നൽകാം എന്ന് സമർപ്പിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വീണ്ടും ജീവൻ ലഭ്യമായതെന്നും അങ്ങനെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അന്ന് ആശുപത്രികളും മറ്റ് സാഹചര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടം. ആ ഒരു പ്രത്യേക ചുറ്റുപാടിലായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ അങ്ങനെ പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും അന്ന് പോയിരുന്നില്ല. പിന്നെ അതിനുശേഷം എൻ്റെ മറ്റ് സഹോദരങ്ങളെല്ലാം ആശുപത്രിയിൽ തന്നെയാണ് അമ്മ പ്രസവിച്ചത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ചുറ്റുപാട്. അമ്മയുടെ വീട് നെയ്യാറിനടുത്ത്, നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കൊലവുമ്പള എന്നറിയപ്പെടുന്ന ഇരുമ്പിൽ എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. അതിനോട് ചേർന്ന് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ മാതൃഇടവകയുടെ അടുത്തുള്ള സ്കൂളിലും, അതായത് അമരവിള LMS സ്കൂളിലും, അത് പിൽക്കാലത്ത് ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു. പക്ഷേ എന്നാൽ നേരത്തെ അത് ഹൈസ്കൂളായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂളിലുമാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നതിന് കഴിഞ്ഞത്. അതിനുശേഷം ഡിഗ്രി തലത്തിലുള്ള വിദ്യാഭ്യാസം വരെ പഠിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നതിനിടയായിത്തീർന്നു. അത് ഹിസ്റ്ററി വിഭാഗത്തിലാണ് എനിക്ക് അവസരമുണ്ടായത്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം MA പൂർത്തീകരിച്ച് പാസ്സായതിനു ശേഷം സെമിനാരിയിൽ ചേർന്ന് തുടരുകയും തുടർന്ന് ഒരു വൈദികനായി തീരുന്നതിനുള്ള അവസരം എനിക്കുണ്ടാവുകയും ചെയ്തു. ഒരു വൈദികനായി തീരണമെന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. 1979 എനിക്ക് ഒരു രോഗം ബാധിച്ചു. ശരീരം തളർന്നു പോകുന്ന ഒരു രോഗമായിരുന്നു. പിന്നീട് ഒരു 2-3 മണിക്കൂർ മറ്റൊന്നും ചെയ്യുന്നതിന് സാധിക്കുകയില്ല. തളർന്ന് ഒരുപക്ഷെ ചില സമയങ്ങളിൽ ബോധം വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പല ഡോക്ടർമാരെയും സമീപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. ഇങ്ങനെ ഈ രോഗം ചില അവസരങ്ങളിൽ ഉണ്ടാകും, അത് പ്രശ്നമില്ല, അതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠയില്ലാതെ മുന്നോട്ട് പോയാൽ മതി, ഒരു പക്ഷേ ജീവിത അവസാനം വരെയും അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും എന്നെല്ലാമായിരുന്നു ഡോക്ടർമാരുടെ സജഷൻ. അപ്പം അതിൻ്റെ മൂല കാരണം എന്തെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അന്ന്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് വീണ്ടും പ്രാർത്ഥനയിലൊരു പ്രത്യേക താല്പര്യമുണ്ടായി. ദൈവം ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ ശുശ്രൂഷകനായി മുന്നോട്ട് ജീവിക്കും എന്ന് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വരവേ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അങ്ങനെ ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് വ്യക്തിപരമായി ഇടപെടണമല്ലോ. അങ്ങനെ ഒരു ഇടപെടൽ എനിക്ക് ഉണ്ടായാൽ തീർച്ചയായും യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ പൂർണ്ണ സമയം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് ജീവിക്കും എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നോട്ട് ജീവിച്ചു വരുന്ന സമയത്ത് ഞാൻ ഭവനത്തിൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ദർശനത്തിൽ യേശു കർത്താവിനെ എനിക്ക് കാണുന്നതിന് കഴിഞ്ഞു. കർത്താവ് ക്രൂശിതനായി എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. നീ എൻ്റെ ശുശ്രൂഷകനായിരിക്കണം, എൻ്റെ വേല ചെയ്യണം എന്നോട് ആവശ്യപ്പെട്ടു. നിൻ്റെ രോഗം ഇതിനാൽ നീങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇടയായിത്തീർന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ ആ രോഗത്തിന് ഒരു വിരാമമുണ്ടായി. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. ഇന്നുവരെയും ആരോഗ്യവാനായി ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു വരുവേ 1979 അമരവിള ഡിസ്ട്രിക്റ്റ് ഐക്യ കൺവെൻഷൻ നടക്കുന്നതിനിടയായിത്തീർന്നു. ആ ഐക്യ കൺവെൻഷനിൽ SR മനോഹർ എന്ന കർത്താവിൻ്റെ ദാസൻ ദൈവവചനം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളവർ മുന്നോട്ട് ആ തീരുമാനം നിവർത്തിക്കുന്നതിന് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്തു. അത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഫലമായി ഞാൻ വീണ്ടും ആലോചിച്ചു. അന്ന് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് തീരുമാനിച്ച് സഭയിലെ യുവജന സഖ്യത്തിലും അതുപോലെ മറ്റ് പ്രത്യേക അവസരങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതിനും മറ്റ് ആളുകളോട് ചേർന്ന് സംഘം ചേർന്ന് കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നതിനും സുവിശേഷ ഗീതങ്ങൾ പാടുന്നതിനുമെല്ലാം താല്പര്യം കാണിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഡിസ്ട്രിക്റ്റിൻ്റെ സ്വമേധാ സുവിശേഷ വേലകളിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിനുള്ള അവസരം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സ്വമേധയായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയി കർത്താവിൻ്റെ സന്ദേശം പറയുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനായിട്ടും ഞാൻ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ പ്രവർത്തിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത, കർത്താവിൻ്റെ വേല ചെയ്യണം, അതിനെ പ്രസംഗിക്കാം, പ്രാർത്ഥിക്കാം, പാടാം, ആളുകളോട് പറയാം, എന്നാൽ മറ്റേതെങ്കിലും നല്ല ഒരു ജോലി ലഭ്യമാകണം. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്,
ജയ് ജവാൻ എന്നൊരു പാഠം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നല്ല പട്ടാളക്കാരൻ എപ്പോഴും വിജയം കൈവരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു നല്ല സോൾജിയറായിട്ട് മാറണം എന്നൊരു ചിന്ത ഉണ്ടായി. ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പട്ടാളത്തിൽ പേരെഴുതുന്ന സമയത്തെല്ലാം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ അങ്ങനെ പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞൊരു ശ്രമമൊക്കെ നടത്തി. അങ്ങനെ പോയിട്ടുള്ള സമയത്ത് ഒരുപക്ഷെ ഞാൻ എൻ്റെ പേര് എത്തുന്നതിന് മുമ്പ് ആൾ തികയും അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒരു പോലീസ് ഓഫീസറായാൽ കൊള്ളാം. ഇപ്പോൾ ഡിഗ്രിയൊക്കെ പാസ്സായി വരുന്നതിന് ശേഷം അങ്ങനെ ഒരു ശ്രമം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ചിന്തയുണ്ടായി. എന്തുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷകനായി ഒരു പുരോഹിതനായി ഈ വസ്ത്രമൊക്കെ ധരിച്ച് മുന്നോട്ട് പോകണം? അല്ല വേറൊരു ജോലി മറ്റേതെങ്കിലും ഒരു സെക്കുലർ ജോലി ലഭ്യമായതിനു ശേഷം അതിനോട് ചേർന്ന് സ്വമേധയായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്താൽ മതിയല്ലോ. ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവവചനം പ്രഘോഷിച്ച് മറ്റുള്ളവരെ യേശുക്രിസ്തുവിലേക്ക് ആനയിക്കാമല്ലോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിലുള്ള അനേകം ആളുകളുടെ ചോദ്യങ്ങൾ: എന്തിനാണ് ആളുകൾ പുരോഹിതരായിത്തീരുന്നത്? വേറെ ജോലിയൊന്നും ചെയ്യാതെ സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ? മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ ജോലിക്ക് വരുന്നതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എൻ്റെ സ്നേഹിതരുടെ ഇടയിലും സമൂഹത്തിലും ക്രിസ്ത്യാനികളും അല്ലാത്തവരും ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഒരു പുരോഹിതനായി തീരേണ്ടത് എൻ്റെ ആവശ്യമില്ല. ഫുൾ ടൈം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്താൽ മതി. അതിന് മറ്റൊരു ജോലി സമ്പാദിക്കുന്നതിലൂടെ ആ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് ചിന്തിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ MA പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടായി. MA പഠിച്ചു, പാസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിലാണ് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ പല ചിന്തകളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം തിരുവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തിയായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. COF-ൻ്റെ പ്രവർത്തനങ്ങളിൽ വൈസ് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും, ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഡിസ്ട്രിക്റ്റിൻ്റെ സ്വമേധ സുവിശേഷ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടും, അതുപോലെ മറ്റ് പല ഉത്തരവാദിത്വങ്ങളും സഭാതലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും അമരവിളയിൽ വഹിക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, നീ ഒരു പുരോഹിതനായി തീരുന്നതിന് വേണ്ടി നിൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കണം. അന്ന് നമ്മുടെ മഹായിടവകയുടെ മേൽപ്പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്തിരുന്നത് പരേതനായി തീർന്ന ദിവംഗതനായ നമ്മുടെ അഭിവന്യ യേശുദാസൻ തിരുമേനിയാണ്. അദ്ദേഹം മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം അമരവിള സഭയിലെ അംഗമാണ്. എൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അപ്പോൾ അദ്ദേഹം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, വിൻസെൻ്റ്, നീ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചു, നിനക്കൊരു ജോലി കിട്ടും, നീ അതിനുവേണ്ടി ശ്രമിക്കണം. ജോലി ഉണ്ടായിരിക്കെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ സ്വീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നീ പോകണം. മറ്റേതെങ്കിലും ഒരു ജോലി ലഭ്യമായി അതിനോട് ചേർന്ന് തിരുസഭയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളിയായി തീരാം എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. അപ്പോൾ ഞാൻ വീണ്ടും വന്നു. വീട്ടിൽ വന്ന് അമ്മയോടും പപ്പയോടും എല്ലാം ഈ കാര്യം പറഞ്ഞു. എൻ്റെ പള്ളിയിൽ അന്ന് അച്ഛനായിരുന്നത് റവറൻ JD സോളമൻ അച്ഛനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. വളരെ മനോഹരമായി ദൈവവചനം സംസാരിക്കും. യുവതിയുവാക്കളെ വളരെ സ്നേഹത്തോടെ കാണുകയും അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ശുശ്രൂഷകനായിട്ട് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ തുടർന്ന് ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ചിന്താക്കുഴപ്പമായിരുന്നു, ഡിലമയായിരുന്നു, എന്ത് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഈ ദൈവാലയത്തിലെ ശുശ്രൂഷകൾ, പാട്ട്, പ്രാർത്ഥന, പ്രസംഗം, ആരാധന, ഇതെല്ലാം
അതൊരു ആചാരമായിട്ട് അനുഷ്ഠാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ മുന്നോട്ട് പോകണം? പുരോഹിത വൃത്തി തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അതിന് അർത്ഥമില്ലല്ലോ എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ ഞാൻ വളരെ പ്രാർത്ഥനാ വിശ്വാസിയും, പ്രാർത്ഥനയിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം തന്നിട്ടുണ്ട്. ആരോഗ്യവാനായി എന്നെ നിലനിർത്തി. എൻ്റെ ജീവിതം തന്നെ കർത്താവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. വളരെ നല്ല സൽസ്വഭാവിയൊക്കെയാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ? ഇങ്ങനെ ഈ ഒരു ആചാരാനുഷ്ഠാനം എല്ലാം സ്വീകരിച്ച് പുരോഹിതനായിട്ട് മാറേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഞാൻ അമരവിള CSI തിരുവാലയത്തിലെ ചർച്ച് കൊയറിലെ അംഗമാണ്. പാട്ടുകൾ പാടുന്നതിന് സാധാരണ മറ്റുള്ളവരോട് ചേർന്ന് പാടുന്നതിനെപ്പോഴും ശ്രദ്ധിക്കും. സ്വന്തമായി പാടുന്നതിനുള്ള പ്രത്യേക കഴിവുകൾ കുറവാണ്. പക്ഷേ എങ്കിലും സംഘഗാനത്തിൽ എല്ലായ്പ്പോഴും മുന്നിൽ നിന്ന് എല്ലാവരോടും ചേർന്ന് പാടുന്ന രീതിയുണ്ട്. അപ്പോൾ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകൾ ക്രിസ്ത്യ വീരന്മാരെ പോർക്ക് പോകുവിൻ എന്ന് പറയുന്ന പാട്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വീരനായി, ക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായി മുന്നോട്ട് പോകണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റൊന്ന് നിൽപ്പിൻ ക്രിസ്തയേശുവിനായി ക്രൂശിൻ്റെ വീരരെ എന്ന പാട്ടാണ്. ആ പാട്ടും എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ഞാൻ ഈ പാട്ടുകളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവാലയത്തിൽ നിശ്ചയം യേശു എൻ്റെ സ്വന്തം 265-ാമത്തെ പാട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പാട്ടുപുസ്തകത്തിൽ. ആ പാട്ട് കൊയറിനോട് ചേർന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയം, അതിന് മുൻപുണ്ടായിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന സമയത്തല്ല എൻ്റെ മനസ്സിൽ ഇവിടെ തിരുവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താണ് നേടാനുള്ളത്, ഇതെല്ലാം ഇതിൻ്റെ പൂർണ്ണതയിൽ ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ, ദൈവം ജീവിക്കുന്നുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് അമരവിള ദൈവാലയത്തിൻ്റെ മുന്നിൽ അച്ഛൻ ആരാധന നടത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ സ്വർഗത്തിലോട്ട് എത്തുന്ന തരത്തിൽ സ്വർഗത്തോളം അനേകം മാലാഖമാർ ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം എനിക്ക് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വാഭാവികമായ കണ്ണുകൊണ്ട് തന്നെ, ഫിസിക്കൽ ഐ വിഷൻ കൊണ്ട് തന്നെ കാണുന്നതിന് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഉറങ്ങുകയാണോ സ്വപ്നം കാണുകയാണോ ഒന്നുമല്ല, ഞാൻ പാടിക്കൊണ്ട് നിൽക്കുന്നു, ഇതെല്ലാം എനിക്കിങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ കാണാം. അപ്പം അങ്ങനെ ദൂതഗണങ്ങൾ ഇങ്ങനെ സാറാഫുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. കൊയറിനോട് ചേർന്ന്, ആളുകളോട് ചേർന്ന് അവ പാടുന്നു, ആരാധന നടക്കുന്നു. അതിൻ്റെ മധ്യേ അച്ഛൻ നിൽക്കുന്നു. അതിൻ്റെ മേളിലായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അവിടെ യേശു കർത്താവ് ഇങ്ങനെ ദൈവാലയത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം എനിക്ക് കാണാനായിട്ട് കഴിയും. ആ പ്രത്യേക ദർശനം, അത് ഞാൻ പറഞ്ഞു, ഉറക്കത്തിലോ മയക്കത്തിലോ ഒന്നുമല്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെയാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ആ ദർശനം കണ്ട ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടായി. ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയാണ്, ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണ്. സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് ദൈവജനത്തെ ആരാധിക്കുന്നതിന് പുരോഹിതൻ നേതൃത്വം നൽകുന്നതിന് വിളിക്കപ്പെട്ടവനാണ്. ദൈവത്താൽ ആശീർവദിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ വാഴിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി.